പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് പലപ്പോഴും ഞാനിങ്ങനെ പനീർ ബിരിയാണി, കുക്കർ പനീർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്ന് ശ്വാസം കഴിക്കാൻ പോലും രാവിലെ നേരം കിട്ടാറില്ലേ. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെറിയൊരു ഷോർട്ട് അങ്ങ് എടുത്തേക്കാന്ന്. അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ ഞാൻ എന്ത് പണിയെടുത്തു എന്ന് വെച്ചാൽ കുറച്ച് പനീർ ക്യൂബുകൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. വേറെ പാത്രമൊന്നും എടുക്കണ്ടല്ലോ, ഇതിലാകുമ്പോൾ എളുപ്പത്തിലാവാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതും റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതേ എണ്ണയിലായതുകൊണ്ടാണ് ഇങ്ങനെ പൊടികളൊക്കെ കാണുന്നത് കേട്ടോ. പനീറിൻ്റെ അതേ എണ്ണയിലോട്ട് കുറച്ച് ജീരകവും രണ്ട് ഗ്രാമ്പും ഒരു കറുവാപ്പട്ടയും കൂടി ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് എന്താ പറയുക നേർത്ത കനത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള എണ്ണയിട്ട് ചേർത്ത് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴണ്ടതിന് ശേഷം മാത്രം ഉപ്പിട്ടിട്ട് വേണം കേട്ടോ വഴറ്റാൻ വേണ്ടിയിട്ട്, എന്നാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ. അതിനുശേഷം ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് അത് അലിഞ്ഞ രീതിയിൽ എത്തണേ, എന്നാലേ നമ്മുടെ മസാലയ്ക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുകയുള്ളേ. അതും നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഈ മാജിക് മസാല എന്ന് പറഞ്ഞിട്ട് മാഗി മാജിക് മസാലയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വാങ്ങിയപ്പോഴും എനിക്ക് അത്ര പിടിച്ചില്ല. നമുക്ക് എല്ലാത്തരം വെജ് കറികളിലും ഉപയോഗിക്കാവുന്നതാണ്. നോൺ വെജിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വെജ് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. ഇനി ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ പനീർ മസാലയൊന്നും ഇല്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതും ചേർത്തിട്ട് നമ്മൾ റൈസ് കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പനീർ എന്തുകൊണ്ടാണ് ഇതിന് മുമ്പേ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പനീർ അങ്ങ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ തന്നെ പൊട്ടുന്ന പരിവാണല്ലോ. അതിനുശേഷം നമ്മൾ പനീറും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2 വിസിലും അടിക്കണം. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക എണ്ണ കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടുമേ. ഒരു ചെറുനാരങ്ങ കഷ്ണം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിലും കൂടെ അടിച്ചാൽ നമ്മുടെ പനീർ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ സലാഡും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പം ഞാനിതിന് സലാഡിന് തൈരും നമ്മുടെ കക്കിരിക്കയും ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതും കൂടിയാണ് കേട്ടോ. പിന്നെ എന്ത് വേണമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പനീർ ബിരിയാണി.